ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ്. എൻ്റെ കയ്യിൽ കുറേ വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് വൂളൻ ത്രെഡ്, ഫെതേഴ്സ്, ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കുന്നത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതിൽ ബ്ലൂ കളർ ചൂസ് ചെയ്തത്. ബ്ലൂ കളർ വെച്ചിട്ട് നമുക്ക് ഫുൾ ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാം. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള പൊട്ടിയ ഒരു എംബ്രോയിഡറി റിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ റിങ് ആയിട്ട് ചൂസ് ചെയ്തത്. അപ്പോൾ അതിൽ ഞാൻ ഫസ്റ്റ് ഒരു നോട്ട് ഇട്ടു. ത്രെഡിൻ്റെ എൻഡ് വെച്ചിട്ട് ഒരു നോട്ട് ഇട്ടിട്ട് നമ്മൾ ആ ഒരു ത്രെഡ് ഫുള്ള് ഈ റിങ് കവർ ചെയ്യുന്ന തരത്തിൽ നമ്മൾ ചുറ്റി എടുക്കണം. ഫുൾ ആ ബ്രൗൺ കളർ, വുഡൻ കളർ കാണാൻ പാടില്ല. അങ്ങനെ നീറ്റായിട്ട് നമ്മൾ ഇത് ഫുൾ കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ സാധാരണ ഇതിന് എംബ്രോയിഡറി ത്രെഡാണ് യൂസ് ചെയ്യാറ്. ഇപ്പം എംബ്രോയിഡറി ത്രെഡ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വൂളൻ ത്രെഡ് വെച്ചിട്ട് ചെയ്യണം. എംബ്രോയിഡറി ത്രെഡ് കുറച്ചും കൂടി നീറ്റ്നെസ് ഉണ്ടാവും, അതുപോലെ നല്ല പെർഫെക്റ്റ് ഷെയ്ഡ്സ് കിട്ടും. ഇപ്പോൾ ഈ വൂളൻ ത്രെഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഫുൾ കവർ ചെയ്ത് നീറ്റായിട്ട് വരണം. ഇതുപോലെ സ്പേസ് ഇടയിൽ സ്പേസ് വരാണ്ട് നമ്മൾ കവർ ചെയ്ത് ലാസ്റ്റ് ആകുമ്പോൾ അവിടെ നേരത്തെ നൂലിൻ്റെ ബാക്കി വെച്ചിട്ട് നമ്മൾ അവിടെ സെക്യൂർ ചെയ്യണം. രണ്ടും കൂടി നോട്ട് ഇട്ടിട്ട് സെക്യൂർ ചെയ്യുക. ഞാൻ സാധാരണ അവിടെ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ച് ഒന്നും കൂടി ഒരു ഉറപ്പിന് സെക്യൂർ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ നമ്മൾ എവിടെയാണോ നിർത്തിയത് അവിടെ വെച്ചിട്ട് നമ്മൾ ഇതിനുള്ളിൽ ചുറ്റാൻ അതായത് വെബ് ഉണ്ടാക്കാനുള്ള ത്രെഡ് ഏതാണോ അത് നമുക്ക് ഇഷ്ടമുള്ള ലെങ്ത്ത്, നമുക്ക് എത്രത്തോളം കവർ ചെയ്യണം അത്രയും ലെങ്ത്ത് ഉള്ള കട്ട് ചെയ്തെടുത്തിട്ട് ഫസ്റ്റ് ഒരു നോട്ട് ഇടുക. എന്നിട്ട് അവിടുന്ന് മെഷർമെൻറ്റ് എടുത്ത് ചെയ്യണോ ഇഷ്ടമുള്ളവരാണെങ്കിൽ മെഷർമെൻറ്റ് എടുത്തിട്ട് ഈക്വൽ മെഷർമെൻറ്റ് ഡിസ്റ്റൻസ് എടുത്തിട്ട് നമുക്കിത് റിങ്ങുമ്മ വെബ് ക്രിയേറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ മെഷർമെൻ്റ് ഒന്നും എടുത്തിട്ടില്ല. ഞാനിത് എപ്പോഴും ഉണ്ടാക്കിയിട്ട് എനിക്ക് ഏകദേശം ഒരു മെഷർമെൻറ്റിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡിസ്റ്റൻസ് അടുത്തടുത്ത് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള വെബായിരിക്കും വരിക. നല്ല നീറ്റായിട്ട് ചെറിയ നോട്ട്സ് വരുന്ന വെബായിരിക്കും വരിക. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഡിസ്റ്റൻസിലെടുത്തത്, കുറച്ചുകൂടി വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് ഡിസ്റ്റൻസിലെടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു ചുറ്റിയിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ത്രെഡ് വന്നതിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കാം. എന്നിട്ട് അത് ടൈറ്റായിട്ട് പിടിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് ഇതേപോലെ തന്നെ അതേ ഡിസ്റ്റൻസിൽ തന്നെ നമ്മൾ ചുറ്റി ഇങ്ങനെ എടുത്തെടുത്ത് ലാസ്റ്റ് എവിടെയാണോ വന്ന് നിൽക്കുന്നത്, നമ്മൾ നേരത്തെ ഫസ്റ്റ് ആ നോട്ട് ഇട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്തോടത്ത് വന്ന് നിൽക്കില്ലേ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് ഇതെങ്ങനെ എടുത്ത് നമ്മളത് അതിൻ്റെ ഉള്ളിൽ കൂടെ നേരത്തെ എങ്ങനെയാണോ നമ്മൾ നോട്ടിട്ട് അതുപോലെ തന്നെ വലിച്ച് എടുക്കണം. ഇതുപോലെ അങ്ങനെ വലിച്ചെടുത്തതിന് ശേഷം നമ്മളത് ടൈറ്റാക്കി അവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കണം, ഇല്ലെങ്കിൽ അത് നീങ്ങി വരും. അപ്പോൾ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് വേണം നമ്മൾ അതേ ഹോളിൻ്റെ ഉള്ളിൽ തന്നെ, അതേ സ്പേസിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ നമ്മൾ ആ നൂല് ഇൻസേർട്ട് ചെയ്ത് അതിൻ്റെ ഇടയിൽ കൂടെ വലിച്ചെടുക്കുക. വലിച്ചെടുത്ത് അതും നമ്മൾ ടൈറ്റാക്കി സെൻറ്ററിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കാം. ഇനി നമ്മൾ എവിടെയാണോ നിർത്തുന്നത് അവിടെ നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് നോട്ട് ഇടാൻ, ഇല്ലയെന്ന് വെച്ചാൽ അത് മൂവ് ചെയ്ത് പോകും. അപ്പോൾ നമ്മളത് ടൈറ്റായി ഹോൾഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇതിൻ്റെ ഇടയിൽ കൂടെ നെക്സ്റ്റ് ത്രെഡിൻ്റെ ഇടയിൽ കൂടെ അത് എടുത്ത് ഇപ്പം നമ്മൾ ചെയ്ത അതേ മെത്തേഡ് തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വലിച്ചെടുക്കാം. ഈ സെയിം പ്രോസസ്സ് നമ്മൾ ഫുൾ കംപ്ലീറ്റ് ആവണ വരെ. ഇപ്പം നമുക്ക് ഈ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണോ നിർത്തേണ്ടത്, ഏത് റൗണ്ട് തീരുന്നിടത്ത് നിർത്തി അവിടെ നിന്ന് കട്ട് ചെയ്ത് അവിടെ നിന്ന് ഇതിൻ്റെ മുകളിൽ കൂടെ വേറെ നൂല് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. വേറെ കളർ വേണമെന്നുണ്ടെങ്കിൽ അത് ആ കളർ നമുക്ക് ജോയിൻ ചെയ്തിട്ട് ഇതേ പ്രോസസ്സ് തന്നെ കംപ്ലീറ്റ് ചെയ്യാം. സെയിം മെത്തേഡ് തന്നെ. ഇതിൽ ഞാനിപ്പോൾ കുറച്ച് ബീഡ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ബീഡ്സ് ആഡ് ചെയ്യുന്നത് ഞാൻ ഫസ്റ്റിൽ തന്നെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ചെയ്തിരുന്നത് അതിൻ്റെ ഇടയിൽ ഒരു ബീഡ് ഇടുക. എന്നിട്ട് നേരത്തെ പോലെ തന്നെ ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇടുന്നു, തിരിച്ച് വലിക്കുന്നു. സെയിം മെത്തേഡ് തന്നെ, വേറെ പണിയൊന്നുമില്ല. നമ്മൾ ചെറിയ ബീഡ്സ് ഇട്ടാൽ കുറച്ചുകൂടി നീറ്റായിരിക്കും. അത് എംബ്രോയിഡറി ത്രെഡ് ചെയ്യുമ്പോഴാണ് ആ ഒരു നീറ്റ്നെസ് ഇപ്പോഴും വരിക. ഈ വൂളൻ ത്രെഡ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ
ഹോളുള്ള ബീഡ്സ് മാത്രം, വലിയ സൈസുള്ള ബീഡ്സ് മാത്രം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് അത് നോട്ടിട്ടിട്ട് സെക്യൂർ ചെയ്യാം. ഈ ബീഡ്സ് ഇടുന്നത് നമുക്ക് ഇതിൻ്റെ അടിയിൽ വേണമെങ്കിലും ഇടാൻ പറ്റും, ഈ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നതിൻ്റെ ഇടയിൽ. പിന്നെ പറയുന്ന ഫെതേഴ്സ്, ഞാനിപ്പോൾ ബ്ലൂ കളർ ഫെതറും പിന്നെ കുറച്ച് മിക്സഡ് ആയിട്ടുള്ള കളേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ബ്ലൂ തന്നെ അതിൽ ബ്ലാക്ക് ഡോട്ട്സ് വരുന്ന പോലത്തെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അടിയിൽ ഫില്ല് ചെയ്യണം. ഒരു ബണ്ടിൽ എടുത്തിട്ട് അത് നമ്മൾ ഒരു നോർമൽ ത്രെഡ് വെച്ച് സെക്യൂർ ചെയ്ത് നോട്ടിട്ട് ടൈറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾക്ക് എത്രയാണോ ഡിസ്റ്റൻസിൽ ഹാങ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഡ്രീം ക്യാച്ചറിൽ നിന്ന്, അത്രയും ഡിസ്റ്റൻസിനുള്ള ഒരു ലെങ്ത്ത് ത്രെഡ് കട്ട് ചെയ്തിട്ട് അതിൽ ഇത് ജോയിൻ ചെയ്യാം. നല്ല ടൈറ്റായിട്ട് ജോയിൻ ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മളത് ഹാങ് ചെയ്യുമ്പോൾ പൊട്ടി പോകും. അപ്പോൾ ഇത് ടൈറ്റാക്കി നല്ല നീറ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെക്കുക. അതിൽ വേണമെങ്കിൽ നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ട് കുറച്ചും കൂടി ഉറപ്പിന് വേണ്ടി വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ആ നൂല് നമുക്കൊന്ന് ഒട്ടിക്കാൻ പറ്റും. പിന്നെ ഞാനിതിൽ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ സെയിം ബീഡ്സ് തന്നെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ രണ്ട് സൈഡിലും ഈ സെയിം ഫെദറിൻ്റെ ബണ്ടിൽ കെട്ടുന്നുണ്ട്. ഞാൻ ഒരു ഇതിൽ തന്നെ ഒരു ത്രെഡിൽ തന്നെ 2 ഹാങ് വരുന്ന പോലെയാണ് ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 2 എൻഡിലും ഈ ഫെദറിൻ്റെ ബണ്ടിൽ കെട്ടിയത്. അപ്പോൾ ഇത് നമ്മൾ ഹാങ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, ഒരേ സ്ഥലത്ത് തന്നെ 2 ഫെദർ ഹാങ് ആയി കിടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 2 ലെങ്ത് ആക്കാൻ വേണമെങ്കിൽ മാറ്റി നീക്കി ഒരെണ്ണം മുകളിൽ ഒരെണ്ണം താഴെ അങ്ങനെയും ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഇത്രയും കവർ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കുറേ സ്പേസ് ബാക്കി കിടക്കുന്ന പോലെ തോന്നുന്നു. ഇത് മാത്രമായിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിക്ക് കുറച്ചും കൂടിയും ഇതിൻ്റെ ഇടയിലൊക്കെ ഫില്ല് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിലത്തെ സ്പേസിലും കൂടി നമുക്ക് കുറച്ചും കൂടി ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫെദർ പിന്നെ ഞാൻ ചെറിയ ലെങ്ത്തിൽ ത്രെഡിൽ കട്ട് ചെയ്ത് ഞാൻ ബീഡ്സ് ഇട്ട് സെറ്റാക്കി. അതായത് ഇങ്ങനെയായി. നേരത്തെ ഭംഗിയുണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ചും കൂടി ഫില്ലായി തിക്കായിട്ടിരിക്കുന്ന പോലെ ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.